ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിയത്. പക്ഷെ അതിൻ്റെ പീരീഡ് കൂടുതലായിട്ട് വന്നതിൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത് ചലഞ്ച് ചെയ്യണമെന്നുള്ളത് ഹയർ ഓഫീസേഴ്സുമായിട്ട് ഒക്കെ ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അപൂർവമായ കേസെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അത് ശിക്ഷാവിധിയൊക്കെ കോടതി തീരുമാനിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ചലഞ്ച് കാര്യങ്ങളൊക്കെ സീനിയർ ഓഫീസേഴ്സുമായിട്ടുള്ള ഡിസ്കഷനിൽ പറയാൻ പറ്റും. അല്ല, നമ്മുടെ ശിക്ഷ പിന്നെ വിധിയിൽ സംതൃപ്തിയാണ്. അതിൽ പിന്നെ അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അപ്പോൾ അതിൽ പിന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു. അപ്പോൾ അതിൽ കോടതി തീരുമാനം അങ്ങനെ വന്നതുകൊണ്ട് അതിൽ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചലഞ്ച് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഫോർ ദ ടൈം ബീയിങ് വേണ്ടിയിരുന്നുള്ള ആഗ്രഹമായിരുന്നു. അല്ല, അതിൻ്റെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളല്ലല്ലോ കോടതി പിന്നെ പരിഗണനയിലെടുക്കുന്നത്. അല്ല, അത് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സിൽ ആണ് അതിൻ്റെ സംഗതികൾ വിലയിരുത്തപ്പെടുന്നത്. കോടതികളുടെ വിലയിരുത്തലുകൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളും കോടതിയുടെ വിലയിരുത്തലും തമ്മിലുള്ളൊരു വ്യത്യാസം. അതിൽ ഈ വിധിയിൽ സംതൃപ്തനാണ്. ജീവൻ എന്ന് പറയുമ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ശിക്ഷാളവിന് ഈ പ്രതിക്ക് നിയമപരമായിട്ട് ഇറങ്ങാം, കോടതിയെ സമീപിക്കാം. ഒരു ശിക്ഷാളവ് കിട്ടിയാൽ ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങില്ലേ? അല്ല, അതിനൊക്കെ അങ്ങനെ അതിനൊക്കെ അതിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പുറത്തിറങ്ങുന്നതും ഇറങ്ങാത്തതും ഒക്കെ ഇവിടെ നമ്മുടെ സംവിധാനത്തിൽ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രോസിക്യൂഷനും പോലീസിനും ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആൾ ഓഫ് എ സഡൻ അങ്ങ് പുറത്തിറങ്ങും അല്ലെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കും എന്നുള്ളൊരു ഇമ്പ്രഷനൊന്നും അതിനകത്തില്ല. അപ്പോൾ അത് അത്തരത്തിൽ ഇതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പോലീസ് അത് പരിശോധിച്ച് നോക്കുന്നതാണ്. മനോനില തകരാറിലായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം അത് കോടതി ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊണ്ടുവെന്ന് സാർ കരുതുന്നു? അല്ല, അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ അത് വിധിയുടെ ഒരു വിധി വ്യക്തമാക്കുന്നത്. അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണല്ലോ. അങ്ങനെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വിധി വരേണ്ട കാര്യമില്ലല്ലോ. സാർ, ഈ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസായിരുന്നു. ഇതിൽ നമുക്ക് ഈ അന്വേഷണ സംഘത്തെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അന്വേഷണ സംഘത്തെ സഹായിച്ചത് അതിനുശേഷമുണ്ടായിരുന്ന അയാളുടെ പെരുമാറ്റങ്ങളും പിന്നെ നമ്മുടെ ഡിജിറ്റൽ എവിഡൻസുകളും സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഓക്കെ. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള JK ഡിനിൽ അദ്ദേഹമാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. സ്വാഭാവികമായും മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രതി അദ്ദേഹം പറഞ്ഞത് പരമാവധി ശിക്ഷ എന്നുള്ളതായിരുന്നു. ആ കേസിന്റെ അന്വേഷണം നേരിട്ട് നടത്തിയ പരമാവധി തെളിവ് ശേഖരണം യാഥാർത്ഥ്യമാക്കിയ ഒരാളെന്ന നിലയിൽ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ പരമാവധി ശിക്ഷ അത് ലഭിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് കിട്ടാത്തതിൽ പോലീസിനെ സംബന്ധിച്ച് അത് മറ്റു ചില ഘടകങ്ങൾ കൂടി പരിശോധിച്ച ശേഷമുള്ള നടപടി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ച കാര്യം. അല്പസമയം മുൻപ് ദിലീപ് സത്യനും നമ്മളോട് സംസാരിച്ചിരുന്നു. അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയോ മറ്റൊന്നുമോ ഇക്കാര്യത്തിൽ ഇല്ല. പകരം പരമാവധി ശിക്ഷ, അതായത് ഏതാണ്ട് 12 വർഷത്തോളം മറ്റു വകുപ്പുകൾക്ക് ശിക്ഷ അനുഭവിച്ചിട്ട് വേണം ജീവപര്യന്തം ശിക്ഷ തുടങ്ങാൻ. അത് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ അത് മാതൃകാപരമായ ഒരു ശിക്ഷ എന്ന രീതിയിലേക്ക് അവർ എത്തുന്നുമുണ്ട്.